നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് ഒരു കിച്ചൺ ഏപ്രൺ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെഷർമെൻറ്റ്സ് 2 റെക്റ്റാങ്കിളാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. ഒരു ചെറിയ റെക്റ്റാങ്കിളും പിന്നെ ഒരു വലിയ റെക്റ്റാങ്കിളും. ചെറിയ റെക്റ്റാങ്കിളിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5.5 ഇൻറ്റു 10.5 ഇഞ്ചസ്. ബിഗ്ഗർ റെക്റ്റാങ്കിളിൻ്റെ സൈസ് എന്ന് പറയുന്നത് 12 ഇൻറ്റു 19.5 ഇഞ്ചസ്. അപ്പോൾ ഒരു സ്മോൾ റെക്റ്റാങ്കിൾ ബിഗ് റെക്റ്റാങ്കിളിൻ്റെ മുകളിൽ കയറ്റി വെച്ചേക്കാണ്. അപ്പോൾ ബാക്കി വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഞാൻ എൻ്റെ ആം ഹോൾ വരയ്ക്കുകയാണ്. ആരോസ് മാർക്ക് ചെയ്തെടുത്ത് നമ്മുടെ സ്ട്രാപ്സ് അറ്റാച്ച് ചെയ്യണം. ബാക്കിൽ കെട്ടാനുള്ളത്, പിന്നെ കഴുത്തിൽ കൂടെ തൂക്കിയിടാനുള്ളത്, അത് രണ്ടും അറ്റാച്ച് ചെയ്യാനുള്ള സ്ഥലമാണത്. മെഷർമെൻറ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പാറ്റേണിൽ എഴുതിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കാണുക, അത് നോട്ട് ചെയ്യുക. വളരെ എളുപ്പമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100% പെർഫെക്ഷനൊന്നും ഒരു ഏപ്രൺ ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ ഗുണവും. അപ്പോൾ മൊത്തം ലെങ്ത് ഏപ്രണിൻ്റെ ഞാൻ എടുക്കുന്നത് 30 ഇഞ്ചസാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് 30 ഇഞ്ചസ് കറക്റ്റാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ പോർഷന് ഞാൻ അവിടെ ഒരു 1 ഇഞ്ച് നെക്ക് ലൈനിൽ താഴ്ത്തി എടുക്കുകയാണ്. ഒരു വി നെക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണത്. അത് നിർബന്ധമൊന്നുമില്ല, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ യോക്ക് പോർഷൻ എന്ന് പറയുന്നതാണ് എൻ്റെ ഫസ്റ്റ് റെക്റ്റാങ്കിൾ. അപ്പോൾ ആ പോർഷനെ മാത്രം ഞാൻ പേപ്പറിൽ ഡ്രാഫ്റ്റ് ചെയ്തെടുക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ്ലി ഫാബ്രിക്കിലേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും പോർഷൻ മാത്രം ഞാൻ പേപ്പറിൽ ഡ്രാഫ്റ്റ് ചെയ്യും. സെക്കൻഡ് പോർഷൻ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ പീസാണ്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ്സ് നമുക്കറിയാലോ. ഡയറക്റ്റ് ഫാബ്രിക്കിലേക്ക് കട്ട് ചെയ്താൽ മതി. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും കോംപ്ലിക്കേഷൻസ് ഇല്ല. അപ്പോൾ പേപ്പറിൽ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഒരു ബെറ്റർ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പേപ്പറിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡ്രാഫ്റ്റിംഗ് ആണ്. ഡയറക്റ്റ് നിങ്ങൾക്ക് ഫാബ്രിക്കിലേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഫാബ്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻറ്റിൻ്റെ ഒരു പീസാണ്. അതായത് ഞാൻ കട്ട് ചെയ്ത് മേടിച്ച പീസാണ് ഫാബ്രിക്. കുറച്ച് കട്ടിയുള്ള ഫാബ്രിക്കാണ്. എപ്പോഴും ഏപ്രണിന് കുറച്ച് കട്ടിയുള്ള ഫാബ്രിക്സാണ് നല്ലത്. പിന്നെ നമുക്ക് റെഗുലറായിട്ട് ഇപ്പം എന്താ പറയുക, നമ്മുടെ കുർത്ത അല്ലെങ്കിൽ ചുരിദാർ, ലൈനിങ് ചുരിദാർ പഴയതൊക്കെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ ഇനി പറ്റില്ല, അങ്ങനെയുള്ളതെന്നൊക്കെ നമുക്ക് സുഖമായിട്ട് ഏപ്രൺ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഏപ്രൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഞാൻ ഫാബ്രിക്കിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. പുതിയൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫാബ്രിക് യൂസ് ചെയ്തിട്ടാണ് ചെയ്യണത്. റഫായിട്ടുള്ള ഫാബ്രിക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് വേസ്റ്റ് പോർഷനും സെക്കൻഡുള്ള ഫാബ്രിക് ഉണ്ടല്ലോ, അതായത് റെക്റ്റാങ്കിൾ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്, അവിടെ അത് രണ്ടും 2 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ആ ഒരു വേസ്റ്റ് പോർഷനിലൊരു സ്റ്റിച്ച് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ദേഹത്തിനോട് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഒരു ഷേപ്പിലേക്ക് അത് കുറച്ചും കൂടെ കിടക്കും. ഒന്നുകൂടി ഭംഗി എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫാബ്രിക് കേട്ടോ. അപ്പം ഇതിൽ ഞാൻ ഫ്രഞ്ച് നോട്ടൊക്കെ വെച്ചിട്ട് ഞാനൊരു ഹാർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് അത് പഠിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പം നൂലിടയ്ക്ക് വെച്ച് തീർന്നു പോയ കാരണം അത്ര ചെയ്യാൻ പറ്റിയുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ പാറ്റേൺ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഹാർട്ടിനെ നേരെ വെച്ചും കൊണ്ട്, കറക്റ്റ് നേരെ വെച്ചും കൊണ്ട് എനിക്ക് പാറ്റേൺ കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം സിംഗിൾ പീസായിട്ട് എനിക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹാർട്ടിനെ ഒന്ന് ചെരിച്ച് വെച്ചു. അതുകൊണ്ടാണ് ഇവിടെ തുണി ചെരിഞ്ഞിരിക്കണേ. അതുകൊണ്ടാണ് ചെരിച്ച് തുണി വെച്ച് കട്ട് ചെയ്യുന്നത്. ഹാർട്ടിനെ ഉൾപ്പെടുത്ത്, ഹാർട്ടിനെ മിഡിലിൽ കിട്ടണം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കണം. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക് എടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് വളരെ സിമ്പിളാണ്. ഇത്രയും കോംപ്ലിക്കേഷനൊന്നുമില്ല. ബിഗിനേഴ്സിന് അതായിരിക്കും കുറച്ചും കൂടി സിമ്പിൾ എന്ന് എനിക്ക് തോന്നുന്നു. അത് ഒരു കുർത്തയിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുക. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കട്ടിങ്, ഏപ്രൺ കട്ടിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഇപ്പോൾ ഈ പാറ്റേൺ വെച്ചിട്ട് കറക്റ്റായിട്ട് ഹാർട്ട് മിഡിലിൽ വരുന്ന രീതിയിൽ വരച്ചെടുക്കുക മാർക്കിംഗ് ചോക്ക് വെച്ചിട്ട്. അതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം.
ഇപ്പോൾ ഈ എംബ്രോയ്ഡറി ഒക്കെ വരുന്നതുകൊണ്ട് ബാക്കിൽ ആ നൂലൊക്കെ വിസിബിളായിരിക്കും. അപ്പം ഈ യോക്ക് പോർഷൻ മാത്രമുള്ള ഫാബ്രിക് ഉണ്ടല്ലോ, അതിൻ്റെ താഴെ ഒരു ലൈനിങ് ഫാബ്രിക് അറ്റാച്ച് ചെയ്യണം. അപ്പം ഞാൻ ചെയ്തേക്കണത് സെയിം തുണി കൊണ്ട് തന്നെ ഒരു ലെയറും കൂടി ഉണ്ടാക്കി ഈ 2 എണ്ണം കൂടി അറ്റാച്ച് ചെയ്തേക്കാണ്. അത് മെയിൻ യോക്ക്, താഴെ ഒരു ലൈനിങ്. പിന്നെ ബയാ സ്ട്രിപ്സ് കട്ട് ചെയ്തെടുക്കണം. നെക്ക് ലൈൻ ബയാ സ്ട്രിപ്പ് വെച്ച് ഫിനിഷ് ചെയ്യണം. അതിനുശേഷം ആം ഹോൾസ് രണ്ടും ഫിനിഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 ലൈനിങ് അറ്റാച്ച് ചെയ്യുക. കണ്ടോ, നമ്മുടെ യോക്കിന് മാത്രമായിട്ട് ഞാനിവിടെ ലൈനിങ് അറ്റാച്ച് ചെയ്യാണ്. പിന്നെ സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് യോക്കും സ്കേർട്ട് പോർഷനും കൂടി അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ സ്റ്റെപ്പ് നമ്പർ 3 നമ്മുടെ സ്കേർട്ട് പോർഷൻ ഉണ്ടല്ലോ, ആ സ്കേർട്ട് പോർഷൻ്റെ 3 സൈഡും, അതായത് 4ാമത്തെ സൈഡ് യോക്കിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടല്ലോ, ബാക്കിയുള്ള ഓപ്പൺ എൻഡുള്ള 3 സൈഡും നമ്മൾ മടക്കി അടിക്കണം 2ആയിട്ട്. അതാണ് സ്റ്റെപ്പ് നമ്പർ 3. 2 തവണ ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കണം. പിന്നെ സ്റ്റെപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് നെക്ക് ലൈൻ ഫിനിഷ് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് നമ്മുടെ ആം ഹോൾസ് ഫിനിഷ് ചെയ്യുക. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിംഗിൾ സ്ട്രിപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്ട്രാപ്പ്, ആം ഹോള്, പിന്നെ നമ്മുടെ കഴുത്തിൽ കൂടെ കയറാനായിട്ടൊരു സ്ട്രാപ്പ് ഉണ്ടല്ലോ, കഴുത്തിൽ കൂടെ തൂക്കിയിടാനായിട്ട് നമ്മുടെ ഈ ഏപ്രൺ, ആ ഒരു പോർഷൻ, പിന്നെ അടുത്ത ആം ഹോള്, പിന്നെ ബാക്കിയുള്ള പോർഷൻസ് സ്ട്രാപ്സ് ആയിട്ട് ലീവ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു സിംഗിൾ ബയാ സ്ട്രിപ്പ് വെച്ചിട്ടാണ് ഞാൻ ഫിനിഷ് ചെയ്തേക്കണത്. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിങ്ങിന് ഒരു പ്രത്യേക ബ്യൂട്ടി ഉണ്ട്. ബയാ സ്ട്രിപ്സ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഏപ്രൺ ഫിനിഷ് ആയിട്ടുണ്ട്. ഏപ്രൺ റെഡിയാണ്, ഇനി ഇടാം. അപ്പോൾ കണ്ടില്ലേ, സ്ട്രാപ്സിൻ്റെ ഒരു പോർഷൻ ഞാൻ ബയാ സ്ട്രിപ്പ് വെച്ചിട്ട് മടക്കി അടിച്ചു. പിന്നെ ആം ഹോൾസ് ഫിനിഷ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ചൊരു പോർഷൻ നെക്കിൽ, അതായത് കിച്ചൺ ഏപ്രൺ നമ്മുടെ കഴുത്തിൽ കൂടെ തൂക്കിയിടാനായിട്ടുള്ളൊരു പോർഷൻ ലീവ് ചെയ്തു. പിന്നെ അടുത്ത ആം ഹോള് ഫിനിഷ് ചെയ്തു. ബാക്കിയുള്ള പോർഷൻ സ്ട്രാപ്സായിട്ട് ലീവ് ചെയ്തു. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തേക്കണത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.